السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു വെള്ളിയാഴ്ച കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് 2 വസന്തമാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് റബീഉൽ അവ്വൽ, ആദ്യത്തെ വസന്തം. 2 റബീഉൽ ആഖിർ, രണ്ടാമത്തെ വസന്തം. ആദ്യത്തെ വസന്തത്തിൽ റബീഉൽ അവ്വലിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത്. രണ്ടാം വസന്തത്തിലാണ് ഔലിയാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജന്മമെടുക്കുന്നത്. റബീഉൽ അവ്വലിനെ സംബന്ധിച്ചിടത്തോളം പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തിന് സാക്ഷ്യമായ മാസം എന്ന നിലക്ക് തന്നെ അതിന് ഒട്ടനേകം പ്രത്യേകതകളും പവിത്രതകളുമുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയലും പാടലും എഴുതലും പ്രസംഗിക്കലും ഒക്കെ പുണ്യകരമായ കാര്യമാണ്. നബി തങ്ങളുടെ മദ്ഹുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുന്നുണ്ട്. ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും മലാക്കമാരും പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെ, മുഅ്മിനുകളായ മനുഷ്യരെ, നിങ്ങളും പ്രവാചകന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യം നമ്മോട് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ചൊല്ലണം, പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രവാചകനാണ്, നമുക്ക് വേണ്ടി ആളുകളുടെ അപസംസാരങ്ങൾ സഹിച്ച പ്രവാചകനാണ്, നമുക്ക് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മെ അതിരറ്റ് സ്നേഹിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ തിരികെ നൽകണം. പ്രവാചകനെ നമ്മൾ നന്നായി സ്നേഹിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലാഹു പറയുന്നുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലയോ പ്രവാചകരെ, നിങ്ങളെ നാം ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് ലോകത്തിന് മുഴുക്കയും കാരുണ്യമായിട്ടാണ്, റഹ്മത്തായിട്ടാണ് നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചത്. പ്രവാചകർ മനുഷ്യർക്ക് മാത്രമല്ല അനുഗ്രഹം, ലോകത്തുള്ള ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്തവകൾക്കും മനുഷ്യർക്കും മനുഷ്യരില്ലാത്തവർക്കുമൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താണ്, കരുണയാണ്, കാരുണ്യമാണ്. ഓരോരുത്തരോടും നബി തങ്ങൾ സമീപിച്ച രീതി സ്നേഹത്തിന്റെ രീതിയാണ്, കരുണയുടെ രീതിയാണ്, കാരുണ്യത്തിന്റെ രീതിയാണ്, സഹിഷ്ണുതയുടെ രീതിയാണ്. അത് ജീവനില്ലാത്ത സസ്യങ്ങളോട് പോലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്നേഹത്തിന്റെ കരുണയുടെ പാഠമാണ് നൽകിയത്. ജീവികൾക്ക് പോലും, മൃഗങ്ങൾക്ക് പോലും, പക്ഷികൾക്ക് പോലും നബി തങ്ങൾ നൽകിയത് കരുണയുടെ പാഠമാണ്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. നബിയെ, നിങ്ങളൊരു പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആളുകൾ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളുടെ കൂടെ ആളുകൾ കൂടാൻ കാരണം നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റമാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്, നബി തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ സൗമ്യതയാണ്, സൗമ്യമായ പെരുമാറ്റമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണം. പ്രവാചകന്റെ മേലിൽ മദ്ഹുകൾ പാടണം.
നമ്മുടെ വീട്ടകങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ റബീഉൽ അവ്വലിലേക്ക് കടക്കുകയാണ്. പരമാവധി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു ദിവസം ഒരു ഹദീസ് മൗലിദെങ്കിലും നമ്മൾ ഓതി തീർക്കണം. അത് നിർബന്ധമാക്കണം. മക്കളെ ഒരുമിച്ചിരുത്തി, വീട്ടുകാരെ ഒരുമിച്ചിരുത്തി, ഭാര്യയെ ഒരുമിച്ചിരുത്തി നമ്മൾ എല്ലാവരും വട്ടളഞ്ഞിരുന്നു കൊണ്ട് കൂട്ടമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദുകൾ നടത്തണം. ഈ മാസം അതിന്റെ നന്മയുടെ ഒരു തുടക്കമാവട്ടെ. റബീഉൽ അവ്വൽ മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നവരാവട്ടെ. നമ്മുടെ വീടുകളിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അതിന് തയ്യാറാവണം. മൗലിദ് സദസ്സുകൾ നമുക്ക് സംഘടിപ്പിക്കണം. എല്ലായിടങ്ങളിലും പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ അരയടിച്ചു കൊണ്ടേയിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. പുണ്യപ്രവാചകന്റെ മദ്ഹ് പറയുന്നതും അത് എഴുതുന്നതും പാടുന്നതും ഒക്കെ പ്രതിഫലമുള്ള കാര്യമാണ്. പല ആളുകളും അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കി അത്തരം പൊള്ളയായ വാദങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകൻ കാണിച്ചു തന്ന പാന്താവിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.